Welcome to the sixth session of our subject English for Communication. English for Communication എന്ന സബ്ജക്റ്റിൻ്റെ ആറാമത്തെ സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇന്നത്തെ ടോപ്പിക്ക് നോക്കി നോക്കുക, അവിടെ തന്നിട്ടുണ്ട്. ടോപ്പിക് ഫോർ ടുഡേ, ഇന്നത്തെ ടോപ്പിക്ക് ഫസ്റ്റ് വൺ, സ്ലൈഡ്സ് പ്രിപ്പറേഷൻ. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഏരിയയാണ് സ്ലൈഡ്സ് പ്രിപ്പറേഷൻ. സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്യാം, ഒരു ടോപ്പിക്ക് തന്നിട്ടുണ്ടാവും, കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും, അതിനെപ്പറ്റി സ്ലൈഡ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. ആൻഡ് രണ്ടാമത്തെ ഏരിയ മെമ്മോ. ഒരു ഓഫീസിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഉള്ളിൽ എംപ്ലോയീസും അതിൻ്റെ ഹെഡും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, മെമ്മോ. 5 മാർക്സിൻ്റെ ഏരിയ. ഓക്കെ, അപ്പോൾ 5, 6, 11 മാർക്കിൻ്റെ ഏരിയയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യുന്നത്. സെഷനിലോട്ട് മൂവ് ചെയ്യാം. ഫസ്റ്റ് വൺ, സ്ലൈഡ്സ് പ്രിപ്പറേഷൻ. First one, Chitra is participating in an environment seminar and wishes to make a presentation on disaster management. Prepare 3 slides using the information given below. ചിത്ര ഒരു എൻവയറോൺമെൻറ്റ് സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് ഒരു പ്രസൻറ്റേഷൻ അവതരിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്താണ് പ്രസൻറ്റേഷൻ ടോപ്പിക്? എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം ചിത്രയെ 3 സ്ലൈഡ്സ് ഉണ്ടാക്കിക്കൊണ്ട്, യൂസിങ് ദി ഇൻഫോർമേഷൻ ഗിവൺ ബിലോ, താഴെ തന്നിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചും കൊണ്ട്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. എ ഡിസാസ്റ്റർ ഈസ് എ സീരിയസ് ഡിസ്ട്രപ്ഷൻ ദാറ്റ് സ്ട്രൈക്സ് ദ ഏരിയ ഇൻഹാബിറ്റഡ് ബൈ മാൻ. മനുഷ്യൻ വസിക്കുന്ന ഏരിയയിലുണ്ടാവുന്ന സീരിയസ് ഡിസ്ട്രപ്ഷനാണ്, നാശനഷ്ടങ്ങളാണ് നമ്മൾ ഡിസാസ്റ്റർ എന്ന് പൊതുവെ പറയുന്നത്. It involves widespread destruction of human, material, environmental loss, etc. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഈ നാശനഷ്ടങ്ങളിൽ മനുഷ്യൻ്റെ ജീവൻ, സ്വത്ത്, എൻവയറോൺമെൻ്റൽ ലോസ്, ചുറ്റുപാടിനും വരുന്ന നാശനഷ്ടങ്ങളും. ഡിസാസ്റ്റേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ്. ഈ ഡിസാസ്റ്റേഴ്സിനെ പൊതുവേ നമുക്ക് 2ആയി തരംതിരിക്കാം. നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ്, സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ നിന്ന് വരുന്ന നാശനഷ്ടങ്ങൾ ഡിസാസ്റ്റർ, ആൻഡ് മാൻ മെയ്ഡ്, നമ്മുടെ പ്രവൃത്തികൾ മൂലം ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സും. സം ഓഫ് ദ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ, ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ ചില എക്സാമ്പിൾസ് അവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ലാൻഡ് സ്ലൈഡ്സ്, വൈൽഡ് ഫയർ. ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ മണ്ണിടിച്ചിൽ, വൈൽഡ് ഫയർ കാട്ടുതീയ്, ഫ്ലഡ് വെള്ളപ്പൊക്കം, എർത്ത്ക്വേക്ക് ഭൂമികുലുക്കം, ആൻഡ് സുനാമി. മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആർ ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ. നമ്മൾ പ്രവൃത്തി മൂലം ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സിൽ എന്തൊക്കെയാണ് പെടുക? ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ, നമ്മൾ കുടിവെള്ളത്തിലും ഇതിലൊക്കെ കണ്ടാമിനേഷൻ അത് ഉണ്ടാവുക. എന്താണ്? അതിനകത്ത് ധാരാളം മാലിന്യങ്ങൾ ഉണ്ടായിപ്പോവുക. ദെൻ ന്യൂക്ലിയർ ലീക്കേജ്, ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്നെല്ലാം വരുന്ന ലീക്കേജസ്. ദെൻ ടെററിസം. ഇത്രയാണ് നമ്മുടെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിൽ പെടുന്നത്. Then man-made disasters are equally dangerous as they pose great threat to people and property. ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ മാതിരി തന്നെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സും നമ്മുടെ ജീവനും സ്വത്തിനൊക്കെ നാശനഷ്ടങ്ങൾ ത്രെട്ടാണ്, ഭീഷണിയാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ടു റെഡ്യൂസ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, നമ്മുടെ ടോപ്പിക്ക് എന്താണെന്നത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആണ്. എന്തിനാണ് നമ്മൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്? എൻ്റെ പർപ്പസ് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ടു റെഡ്യൂസ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. മനുഷ്യൻ്റെ ജീവന് വരുന്ന നഷ്ടവും സ്വത്തിന് വരുന്ന നഷ്ടങ്ങളൊക്കെ കുറയ്ക്കുക എന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഉദ്ദേശം. ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് റെസ്ക്യൂ, റിലീഫ്, റീഹാബിലിറ്റേഷൻ ആൻഡ് റിക്കവറി. അതെന്തൊക്കെയാണ് തരുന്നത് നമുക്ക്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? റെസ്ക്യൂ, രക്ഷപ്പെടുത്തുന്നുണ്ട്. റിലീഫ്, ആശ്വാസം കൊടുക്കുന്നുണ്ട്. റീഹാബിലിറ്റേഷൻ, പുനരധിവാസം. ആൻഡ് റിക്കവറിയും നടത്തുന്നുണ്ട്. ആൾക്കാരെ മണ്ണിലടിപ്പെട്ടു പോകാം, അപ്പോൾ അവർ അവിടെ നിന്നൊക്കെ പുത്തുമലയിൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ അവിടുന്ന് റിക്കവർ ചെയ്യുക എന്നുള്ളതാണ്, രക്ഷിച്ചെടുക്കുക. ഇറ്റ് ഡസ് നോട്ട് എലിമിനേറ്റ് ദ ഡിസാസ്റ്റർ ബട്ട് ട്രൈസ് ടു മിനിമൈസ് ഇഫക്റ്റ്.
ഇറ്റ്സ് ഇഫക്റ്റ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൊണ്ട് എന്താണ് നമുക്ക് ടോട്ടലി അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ഇല്ലാതാക്കാൻ പറ്റില്ല ഡിസാസ്റ്ററിനെ, നാശനഷ്ടങ്ങളെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബട്ട് ട്രൈ ടു മിനിമൈസ് ഇറ്റ്സ് ഇഫക്റ്റ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇത്രയാണുള്ളത്. ഇതിന് നമ്മൾ ആക്ച്വലി സ്ലൈഡ്സ് പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അത് പോയിൻറ്റ്സ് ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് പോയിൻറ്റ്സ് അവിടെ എഴുതിയെടുക്കുക ഈ ടോപ്പിക്കിനെ പറ്റി. ആ പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഫർദർ സ്ലൈഡ്സിൽ പോയിരിക്കും ഈസി. പൊതുവേ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. സ്ട്രേറ്റ് അവേ സ്ലൈഡ് പ്രിപ്പറേഷൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ പലതും മിസ് ഔട്ട് ആവും. അപ്പോൾ ഏറ്റവും നല്ലത് കുറച്ച് പോയിൻറ്റ്സ് ആദ്യം എഴുതി വയ്ക്കുക, അതിനെ ബേസ് ചെയ്തുകൊണ്ട് സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്യുക. ആ ഒരു സിസ്റ്റം ആൾവേസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മാർക്കിൽ കുറവ് വരില്ല. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനെ ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ വലിയൊരു പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പോയിൻറ്റ്സ്. ഫസ്റ്റ് വൺ, ഡിസാസ്റ്റർ ഈസ് ദി വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹ്യൂമൻ പ്രോപ്പർട്ടി ആൻഡ് സറൗണ്ടിങ്സ്. മനുഷ്യന്, സ്വത്തിന്, സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുപാടിനും വരുന്ന നാശനഷ്ടത്തിനെയാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. നൗ ക്ലാസിഫിക്കേഷൻസ്. നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്തൊക്കെയാണ് അതിൽ പെടുന്നത്? ലാൻഡ് സ്ലൈഡ്സ്, വൈൽഡ് ഫയർ, എർത്ത്ക്വേക്ക് ആൻഡ് സുനാമി. മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സിൽ എന്തൊക്കെ പെടുന്നു? കണ്ടാമിനേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, മലിനീകരണം, ഭൂമിയിലുള്ള വെള്ളത്തിന്. ദെൻ ന്യൂക്ലിയർ ലീക്കേജ്, ടെററിസം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമ്മൾ ഇതിൽ വരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രൊവൈഡ് റെസ്ക്യൂ, റിലീഫ്, റീഹാബിലിറ്റേഷൻ ആൻഡ് റിക്കവറി, ട്രൈസ് ടു മിനിമൈസ് ദ ഇഫക്റ്റ്. ഇത്രയാണ് പോയിൻറ്റ്സ് അതിൽ. ഇനി നമുക്കൊന്ന് സ്ലൈഡ്സ് എങ്ങനെയൊക്കെയാണ് നോക്കാം. സ്ലൈഡ് 1, ഡിസാസ്റ്റർ. ഡിസ്ട്രപ്ഷൻ ഓഫ് ഹ്യൂമൻ പ്രോപ്പർട്ടി ആൻഡ് സറൗണ്ടിങ്സ്. ഇവിടെ ഒരിക്കലും പോയിൻറ്റ്സ് ആണ് അവിടെ എഴുതുക, ഒരിക്കലും സെൻറ്റൻസുകൾ എഴുതരുത്. നോക്കിയൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് വൺ ഡിസ്ട്രപ്ഷൻ ഓഫ്, ഹെഡിങ് കൊടുത്തു, ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ് അണ്ടർലൈൻ ചെയ്തു. പോയിൻറ്റ്സ് ഡിസ്ട്രപ്ഷൻ ഓഫ് ഹ്യൂമൻ പ്രോപ്പർട്ടി ആൻഡ് സറൗണ്ടിങ്സ്. നൗ ക്ലാസിഫിക്കേഷൻസ്. നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ്. ഒരു സ്ലൈഡിൽ ഇത്രയും മതി. അടുത്ത സ്ലൈഡ് നോക്കാം. സെക്കൻഡ് സ്ലൈഡ്, നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. ഇപ്പോൾ നമ്മളവിടെ ക്ലാസിഫിക്കേഷൻസിൽ നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഹെഡിങ് കൊടുക്കുക രണ്ടാമത്തെ സ്ലൈഡിൽ, നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. നാച്ചുറൽ എന്തൊക്കെയാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പെടുക? ലാൻഡ് സ്ലൈഡ്സ്, വൈൽഡ് ഫയർ, എർത്ത്ക്വേക്ക് ആൻഡ് സുനാമി. മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ഏതൊക്കെ പേരാ? മാൻ മെയ്ഡ് എന്നും അത്രയും മതി. മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്നൊന്നും നീട്ടി എഴുതേണ്ട കാര്യമില്ല. മാൻ മെയ്ഡ്. ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ, ന്യൂക്ലിയർ ലീക്കേജ്, ടെററിസം. രണ്ടാമത്തെ സ്ലൈഡും ആയി. നൗ മൂന്നാമത്തെ സ്ലൈഡും നോക്കാം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഇത് കുറയ്ക്കാനുള്ള പ്രവൃത്തികൾ എന്തൊക്കെ ചെയ്യാം? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രൊവൈഡ് റെസ്ക്യൂ, റിലീഫ്, റീഹാബിലിറ്റേഷൻ ആൻഡ് റിക്കവറി. ഇത്രയും നമുക്ക് പ്രവൃത്തികൾ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഗുണം? മിനിമൈസസ് ദ ഇഫക്റ്റ് ഓഫ് ഡിസാസ്റ്റർ. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ സ്ലൈഡ് 3യുമായി. 3 സ്ലൈഡ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ സ്ലൈഡ്സ് പ്രിപ്പറേഷൻ ആൾവേസ് നോക്കുമ്പോൾ നമുക്ക് തന്ന ഏരിയ ഒന്ന് വായിച്ച് നോക്കുക, എന്തൊക്കെയായിരുന്നു എന്നുള്ളത് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയതിന് ശേഷം 2-3 ആവർത്തി വായിച്ച് നോക്കുക. പോയിൻറ്റ്സ് ആക്കി മാറ്റുക. അതിനെ പോയിൻറ്റ്സ് ബേസ് ചെയ്തുകൊണ്ട് പിന്നെ സ്ലൈഡ്സ് എഴുതുക. സ്ലൈഡ്സിൽ ഒരിക്കലും സെൻറ്റൻസുകൾ ഉണ്ടാവരുത്, പോയിൻറ്റ്സ് മാത്രമേ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയാണത്. നമ്മൾ അടുത്ത ഒരു സ്ലൈഡ് പ്രിപ്പറേഷൻ കൂടി നമുക്ക് നോക്കാം അടുത്ത പേജിൽ. ഓക്കെ, okay, see the second one. Amar wants to present a paper on climate change and Indian agriculture in an international seminar. Prepare 3 slides based on the information given below. അമർ എന്ന ആൾക്ക് ക്ലൈമറ്റ് ചേഞ്ചും ആൻഡ് ഇന്ത്യൻ അഗ്രികൾച്ചറും, ക്ലൈമറ്റ് ചേഞ്ചും ഇന്ത്യൻ അഗ്രികൾച്ചറും തമ്മിലുള്ള ബന്ധം, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഇന്ത്യൻ അഗ്രികൾച്ചറിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഇൻ്റർനാഷണൽ സെമിനാറിൽ ആ ടോപ്പിക്ക് വെച്ച് ഒരു പ്രസൻറ്റേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രിപ്പയർ 3 സ്ലൈഡ്സ് ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ ഗിവൺ ബിലോ. കുറച്ച് ഇൻഫർമേഷൻ താഴെ തന്നിട്ടുണ്ട്, അത് വെച്ച് 3 സ്ലൈഡ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എനി സിഗ്നിഫിക്കൻറ്റ് ലോങ് ടേം ചേഞ്ച് ഇൻ ദി എക്സ്പെക്റ്റഡ് പാറ്റേൺ ഓഫ് ആവറേജ് വെതർ ഓഫ് എ റീജിയൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാലാവസ്ഥയിൽ വരുന്ന കുറേ കാലങ്ങൾക്ക് ഇടയിൽ വരുന്ന ചില മാറ്റങ്ങളെയാണ് പൊതുവെ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇൻ റീസെൻറ്റ് ടൈംസ്, അടുത്തിടെയായിട്ട്, the rate of climate change is at a much faster pace on account of emission of greenhouse gases caused by industrialization, urbanization, deforestation, etc. നമുക്കറിയാം ഇൻ റീസെൻറ്റ് ടൈംസ്, അടുത്തിടെയായിട്ട് ഈ ചേഞ്ച്
ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റേറ്റ് വളരെ വ്യത്യാസമാണ്, വളരെ ഫാസ്റ്റായിട്ടാണ്, ഫാസ്റ്റർ പേസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടുതലായിട്ടാണ് കാണുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു ക്ലൈമറ്റ്. ഇതെന്തുകൊണ്ടാണ്? ഇതിന് കാരണം എന്താണ്? ഓൺ അക്കൗണ്ട് ഓഫ് എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, പറയാം കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇതെല്ലാം അതിൻ്റെ എമിഷൻ കോസ്ഡ് ബൈ. ആ എമിഷൻ വരാൻ എന്താ കാരണം? അതിൻ്റെ കാരണം എന്താണ്? ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യാവസായികവൽക്കരണം, അർബനൈസേഷൻ, നഗരവൽക്കരണം, ഡീഫോറസ്ട്രേഷൻ, വനം വെട്ടിക്കളയുക, മരങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ, ഇതെല്ലാമാണ് അതിന് കാരണം. ഇന്ത്യാസ് അഗ്രികൾച്ചർ ഹാസ് ബീൻ ഡിപ്പെൻഡൻറ്റ് ഓൺ മൺസൂൺ. മഴയെ ആശ്രയിച്ചാണ് പൊതുവേ നമ്മുടെ അഗ്രികൾച്ചർ ഉള്ളത്, ഇന്ത്യയുടെ അഗ്രികൾച്ചർ. ബട്ട് ദ ചേഞ്ചസ് ഇൻ മൺസൂൺ ട്രെൻഡ്സ് അലോങ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ലെവൽ സിവിയർലി അഫക്റ്റ് ഇന്ത്യൻ അഗ്രികൾച്ചർ. അപ്പോൾ ഈ മൺസൂണിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതെന്താ? മഴ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുക, ചൂട് കൂടും. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ലെവൽസ് സിവിയർലി അഫക്റ്റ് ഇന്ത്യൻ അഗ്രികൾച്ചർ. The major impact of climate change is on rain-fed or unirrigated crops, which are cultivated on nearly 60% of cropland. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മഴയെ ആശ്രയിച്ച് ചെയ്യുന്ന കൃഷിയെ തന്നെയാണ്. ഇൻക്രീസ്ഡ് ഡ്രോട്ട്സ്, വരൾച്ച, ആൻഡ് ഫ്ലഡ്സ്, വെള്ളപ്പൊക്കം, ആർ ലൈക്ലി ടു അഫക്റ്റ് ദ പ്രൊഡക്ടിവിറ്റി റേറ്റ് ഓഫ് മോസ്റ്റ് ക്രോപ്സ്. ഇതും ബാധിക്കുന്നുണ്ട്. Immense variations in temperature also result in a drastic decrease in the production of crop yields. ഇതിൻ്റെ പ്രൊഡക്ഷനെയൊക്കെ കൃത്യമായിട്ടും ബാധിക്കുന്നുണ്ട് ഈ ക്ലൈമറ്റ് ചേഞ്ച്. ടെമ്പറേച്ചർ കൂടുന്നതെല്ലാം ഇതിനെ ബാധിക്കുന്നു. Any change in the climatic parameters will have a direct impact on quantity of food produced. ഭക്ഷണം, ഫുഡ് ഉണ്ടാക്കുന്ന, ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എല്ലാം അതിൻ്റെ ക്വാണ്ടിറ്റി, എത്രത്തോളം അതിൻ്റെ അളവിനെ എല്ലാം ഇത് ബാധിക്കുന്നുണ്ട്, ഈ വക ചേഞ്ചസ്. ഇതാണ് ടോപ്പിക്ക്. ഈ ടോപ്പിക്ക്, ഇങ്ങനെ ഒരു ടോപ്പിക്ക് വന്നാൽ നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് ആദ്യം എഴുതി വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് സ്ലൈഡ്സ് പ്രിപ്പറേഷൻ പോവാം. സ്ലൈഡ്സ് പ്രിപ്പറേഷൻ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തപ്പിപ്പോവും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ പോയിൻറ്റ്സാണ് എഴുതി കഴിഞ്ഞാൽ പോയിൻറ്റ്സ് നമ്മൾ പിന്നെ സ്ലൈഡ്സിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. പോയിൻറ്റ്സ് ഒന്ന് നോക്കാം, ഈ ടോപ്പിക്ക് വെച്ചുള്ള പോയിൻറ്റ്സ് നമുക്കൊന്ന് നോക്കാം, ഒന്ന് ഓടിച്ച് നോക്കാം. Climate change, causes of climate change: industrialization, urbanization, deforestation. Okay. Then Indian agriculture. Impact of climate change on rain-fed or unirrigated crops. Variations in temperature result in a drastic decrease in production of crop. Change in climate have direct impact on quantity of food produced. ഇത് അതേമാതിരി ഒരു പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ എഴുതിയ ഈ പോയിൻറ്റ്സ് അതേമാതിരി എടുത്ത് അങ്ങോട്ട് എഴുതുവരുത് കേട്ടോ, അതും ശ്രദ്ധിക്കണം. പോയിൻറ്റ്സ് നമുക്കൊരു ലീഡിങ്, നമുക്ക് ഒരു ഐഡിയ ആണ്. ഈ ഐഡിയ വെച്ചിട്ട് വേണം ഫർദർ സ്ലൈഡ്സ് ഉണ്ടാക്കാൻ. സ്ലൈഡ്സ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കി നോക്കൂ. ഇതും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, സ്ലൈഡ് നമ്പർ 1, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇന്ത്യൻ അഗ്രികൾച്ചർ. ടോപ്പിക്ക് കൊടുത്തിരിക്കുന്നു ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇന്ത്യൻ അഗ്രികൾച്ചർ, കാലാവസ്ഥാ വ്യതിയാനവും ഇന്ത്യൻ കൃഷിയും. അപ്പോൾ അതിനെന്താണ് താഴെ കൊടുത്ത പോയിൻറ്റ്സ് നോക്കി നോക്കൂ. സ്ലൈഡ്സ് ആൾവേസ് പോയിൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക, സെൻറ്റൻസുകൾ ആവരുത്. കോസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, ഹൗ ഇറ്റ് അഫക്റ്റ് അവർ അഗ്രികൾച്ചർ. ഫസ്റ്റ് സ്ലൈഡിൽ ഇത്രേ വേണ്ടു. ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇന്ത്യൻ അഗ്രികൾച്ചർ ഹെഡിങ് കൊടുക്കുന്നു, അത് അണ്ടർലൈൻ ചെയ്യുന്നു. താഴെ കോസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, ആ ക്ലൈമറ്റ് ചേഞ്ചിനുണ്ടാകുന്ന കാരണങ്ങൾ, ഹൗ ഇറ്റ് അഫക്റ്റ് അവർ അഗ്രികൾച്ചർ. അപ്പോൾ ഈ ഇപ്പോൾ തന്ന താഴെ നമ്മളിപ്പോൾ എഴുതിയ 2 പോയിൻറ്റ്സും വെച്ചിട്ടാണ് അടുത്ത 2 സ്ലൈഡ്സും വരിക. അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന് ഓടിച്ചാൽ. ഓക്കെ, അടുത്ത് നോക്കാം. സ്ലൈഡ് നമ്പർ 2, ആദ്യത്തെ പോയിൻറ്റ് നമ്മൾ കോസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോൾ ഫസ്റ്റ് സ്ലൈഡിൽ തന്ന ഫസ്റ്റ് പോയിൻറ്റ് നമ്മളിവിടെ എഴുതി, കോസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഇനി അതിൻ്റെ പോയിൻറ്റ്സാണ് എഴുതുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, ഡീഫോറസ്ട്രേഷൻ. ഓക്കെ, ഇനി അടുത്തത് തേർഡ്, ഇഫക്റ്റ് ഓഫ് climate on Indian agriculture. Effect of
climate on Indian agriculture. Decrease in, എന്താണ് അതിൻ്റെ എഫക്റ്റ് ഓഫ് ക്ലൈമറ്റ് ഓൺ ഇന്ത്യൻ അഗ്രികൾച്ചർ? ഡിക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ക്രോപ്പ്. നമ്മുടെ ക്രോപ്പിൽ വരുന്ന പ്രൊഡക്ഷൻ ഓഫ് ക്രോപ്പിൽ വരുന്ന ഡിക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ക്രോപ്പ്. ദെൻ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് പ്രൊഡ്യൂസ്. ഇത് രണ്ടുമാണ് അതിൻ്റെ ഇഫക്റ്റായിട്ട് നമ്മൾ കാണുന്നത്. അത് 3 സ്ലൈഡ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് തല പുകയ്ക്കേണ്ട കാര്യമൊന്നുമില്ല സ്ലൈഡ്സ് വരുമ്പോൾ. ഏറ്റവും ആദ്യം സ്ലൈഡ്സ് ടോപ്പിക് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക, അതിനെ പോയിൻറ്റ്സ് ആക്കി എഴുതി വയ്ക്കുക. ആ പോയിൻറ്റ്സിന് കുറച്ച് വലിയ ലെങ്തി പോയിൻറ്റ്സ് ആയിട്ട് അവിടെ ഉണ്ടാവും. അതിന് ഇവിടെ എഴുതുന്ന സമയത്ത് സ്ലൈഡ്സ് ആയിട്ട് വരുന്ന സമയത്ത് സിമ്പിൾ പോയിൻറ്റ്സ് ആക്കിയിട്ട് കണക്ട് ചെയ്ത് പോകണം. ഓരോ 3 സ്ലൈഡും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കണം, അതും ശ്രദ്ധിക്കണം. അടുത്ത് നമ്മൾ സ്ലൈഡ്സ് 2 കഴിഞ്ഞു. ഇനി അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണ് നമ്മൾ. മെമ്മോ, ഓഫീസ് മെമ്മോ. ഒരു ഓഫീസിൽ എങ്ങനെയാണ് മെമ്മോ ഇഷ്യൂ ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് 1 സ്ലൈഡ്സ് പ്രിപ്പറേഷൻ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. സ്ലൈഡ്സ് പ്രിപ്പറേഷനിൽ മെമ്മോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു 5 മാർക്ക് 6 മാർക്കായിട്ട് ഇതും ഉണ്ടാവാറുണ്ട്. The manager of SRM Company Private Limited has decided to issue a memo to collect the progress report of all the staff working in the company. SRM Company Private Limited, ആ കമ്പനിയിലെ മാനേജർ അദ്ദേഹം എന്താണ് തീരുമാനിച്ചത്? ഹാസ് ഡിസൈഡഡ്, അദ്ദേഹം തീരുമാനിച്ചു. ടു ഇഷ്യൂ എ മെമ്മോ, ഒരു മെമ്മോ ഇഷ്യൂ ചെയ്യാൻ. ടു കളക്ട് ദ പ്രോഗ്രസ് റിപ്പോർട്ട് ഓഫ് ആൾ ദ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ദ കമ്പനി. ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിൻ്റെ അടുത്തു നിന്നും ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്, അവരുടെ വർക്കിൽ അവർ കാണിക്കുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്, എന്തൊക്കെ വർക്കാണ് അവർ ചെയ്തത്, അതിൽ എന്തൊക്കെ പ്രോഗ്രസ് അവർ കാണിക്കുന്നു, ആ പ്രോഗ്രസ് റിപ്പോർട്ട് എഴുതി തരാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാഫ് മെമ്പേഴ്സിൻ്റെ അടുത്ത് അവിടുത്തെ മാനേജർ പറയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മാനേജർ സ്റ്റാഫിൻ്റെ അടുത്ത് അത് പറയുക എന്നുള്ളതാണ്. നോക്കുക, ഡോട്ടഡ് ലൈൻസിൻ്റെ അടിയിലുള്ള പോർഷനാണ് മെമ്മോ. ഹെഡിങ് ഉണ്ടായിരിക്കും മെമ്മോ. മെമ്മോനൊരു ഫോർമാറ്റ് ഉണ്ട്. ഈ ഫോർമാറ്റ് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി നോക്കണം. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഓഫീസ് മെമ്മോ എന്ന് പറയുന്നത്. ഡേറ്റ് 10 ഡിസംബർ 2022. ആരെയാണ് അവിടെ അഡ്രസ്സ് ചെയ്യുന്നത്? ദ എംപ്ലോയീസ്. ഫ്രം ദ മാനേജർ. ബ്രാക്കറ്റിൽ ഇനീഷ്യൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ മാനേജറിൻ്റെ ഇനീഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത് സ്മോൾ സിഗ്നേച്ചറാണ്. ഇനീഷ്യൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാനേജർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു സ്മോൾ സിഗ്നേച്ചർ, അദ്ദേഹത്തിൻ്റെ ഒരു സ്മോൾ സിഗ്നേച്ചർ, നീട്ടി വലിച്ച വലിയ സിഗ്നേച്ചർ അല്ല, സ്മോൾ സിഗ്നേച്ചർ. ഈ സിഗ്നേച്ചർ കണ്ടാൽ അറിയാം എംപ്ലോയീസിന് അത് അദ്ദേഹം തരുന്ന മെമ്മോ ആണ് എന്നുള്ളത്. സബ്ജക്റ്റ് സബ്മിഷൻ ഓഫ് മന്ത്ലി റിപ്പോർട്ട്. അപ്പോൾ ഡേറ്റ്, ടു, ദെൻ ഫ്രം, ദെൻ സബ്ജക്റ്റ്. സബ്മിഷൻ ഓഫ് മന്ത്ലി റിപ്പോർട്ട്. ഇത്രയാണ് ആദ്യത്തെ സ്ട്രക്ചറിൽ ഉണ്ടാവുക. ഇത്രയും കാണും. ഇതേ ഓർഡറിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇതേമാതിരി കൃത്യമായിട്ടും സ്പേസിങ്ങും കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കൂ. ബോഡി ഓഫ് ദ മെയിൽ. നൗ മെയിലിൻ്റെ മെമ്മോൻ്റെ ബോഡി ഓഫ് ദി മെമ്മോ, അതിൻ്റെ ബോഡി. പ്ലീസ് സബ്മിറ്റ് യുവർ മന്ത്ലി വർക്ക് ഡൺ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ മന്ത് ഓഫ് ഏപ്രിൽ ഓൺ ഓർ ബിഫോർ for the month of November. November മതി. ഓക്കെ, for the month of November on or before 20 December 2020 ആക്കാം. We need your reports to assess. എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലീസ് സബ്മിറ്റ് യുവർ മന്ത്ലി വർക്ക് ഡൺ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ മന്ത് ഓഫ് നവംബർ ഓൺ ഓർ ബിഫോർ 20 ഡിസംബർ 2020. നവംബർ മാസത്തെ നിങ്ങളുടെ മന്ത്ലി വർക്ക് ഡൺ റിപ്പോർട്ട്, നിങ്ങൾ എന്തൊക്കെ ഈ നവംബർ മാസത്തിൽ ചെയ്തു എന്നുള്ളത് 20 ഡിസംബർ 2020 മുമ്പായിട്ട് എനിക്ക് തരണം, എൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മാനേജർ എംപ്ലോയീസിൻ്റെ അടുത്ത് പറയുകയാണ് മെമ്മോ മുഖാന്തരം. വി നീഡ് യുവർ റിപ്പോർട്ട്സ് ടു അസസ്. എന്തിനാണ് ഈ റിപ്പോർട്ട് വാങ്ങുന്നത് എന്നുള്ളതും അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. 1-2 പോയിൻ്റായിട്ട്. ദ പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദി പ്രീവിയസ് മന്ത് ടു അസസ് എന്നുള്ള അവിടെ തന്നുണ്ട്. റിപ്പോർട്ട്സ് ടു അസസ്. ഫസ്റ്റ് 1 ദ പ്രൊഡക്ഷൻ ഡ്യൂറിങ് പ്രീവിയസ് മന്ത്, കഴിഞ്ഞ മാസം നടന്നുള്ള പ്രൊഡക്ഷൻ ഒന്ന് വിലയിരുത്താൻ വേണ്ടി. സെക്കൻഡ് 1
ടു പ്ലാൻ ദ ഫ്യൂച്ചർ എക്സ്പാൻഷൻ പ്രോജക്ട്സ്. ഫ്യൂച്ചറിൽ എന്തൊക്കെ നമുക്ക് എക്സ്പാൻഷൻ പ്രോജക്ട്സ് വേണം, എന്തൊക്കെ എക്സ്പാൻഷൻസാണ് നടത്തേണ്ടത് എന്നുള്ളതും ഇത് രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വാങ്ങിക്കുന്നത് നിങ്ങളുടെ മന്ത്ലി വർക്ക് ഡൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. വിത്ത് യുവർ ഹെൽപ്പ് അവർ കമ്പനി ക്യാൻ പ്രോഗ്രസ്. വിത്ത് യുവർ ഹെൽപ്പ് അവർ കമ്പനി ക്യാൻ പ്രോഗ്രസ്. നിങ്ങളുടെ സഹായത്തോടു കൂടി നമ്മുടെ കമ്പനിക്ക് പ്രോഗ്രസ്സിലോട്ട് വരാൻ കഴിയും. താങ്ക്സ് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി ഒരു മെമ്മോ വരിക. നോക്കി നോക്കൂ, അതിൻ്റെ സ്ട്രക്ചർ കാണാതെ നിങ്ങൾ എഴുതി പഠിക്കുക തന്നെ വേണം. ഡേറ്റ് ചെയ്ത് അറിയണവരുണ്ടാവാം. സ്റ്റിൽ ഡേറ്റ്, ദെൻ ടു ഡേറ്റ് ഉണ്ടാവും. ഡേറ്റ് കൃത്യമായിട്ട് ആ പാറ്റേണിൽ തന്നെ ഡേറ്റ് എഴുതിയത് നല്ലതാണ്. ഒബ്ലിക്ക് ഇതിനെക്കാട്ടിലും അല്ലെങ്കിൽ 10/12/2020 എന്നൊക്കെ ഇതിനെക്കാട്ടിലും 10 December 2020. ദെൻ ടു ദ എംപ്ലോയീസ് ഫ്രം ദ മാനേജർ ബ്രാക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ സ്മോൾ സിഗ്നേച്ചർ. സബ്ജക്റ്റ് submission of monthly report. Please submit your monthly work done statement for the month of November on or before 20 December 2020. We need your reports to assess. എന്താണ് കാരണം? 1-2 പറയുന്നു. നിങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ കമ്പനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അവരെ മോറൽ ബൂസ്റ്റപ്പ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ താങ്ക്സ് എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുന്നു. സോ 1 മെമ്മോ. ഒരു മെമ്മോ കൂടി നമുക്ക് വീണ്ടും നോക്കാം അടുത്തതിൽ. നെക്സ്റ്റ് പേജ്. ഇനീഷ്യൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനീഷ്യൽ മീൻസ് സ്മോൾ സൈൻ എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും എഴുതണം, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ അറിവിലേക്കായിട്ട് നോട്ട് ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് വൺ, ദ CEO ഓഫ് കോംകോ വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹാസ് ഡിസൈഡഡ് ടു ഇഷ്യൂ എ മെമ്മോ ടു ഓൾ ദ എംപ്ലോയീസ് ഓഫ് ദി ഡാറ്റ പ്രോസസ്സിംഗ് വിങ് സീക്കിംഗ് ദെയർ സജഷൻസ് ഓൺ എ ന്യൂ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ പ്രപ്പോസ് ടു ബി ഇൻസ്റ്റാൾഡ് ബൈ ദ കമ്പനി. പ്രിപ്പയർ ദ മെമ്മോ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. CEO എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് കോംകോ വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഒരു കമ്പനി അറ്റ്മോസ്ഫിയറെല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൂടി വെച്ചാണ് ഞാൻ പറയുന്നത്. CEO ഓഫ് ദ കോംകോ വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹാസ് ഡിസൈഡ് ടു ഇഷ്യൂ എ മെമ്മോ ടു ഓൾ ദ എംപ്ലോയീസ് ഓഫ് ദ ഡാറ്റ പ്രോസസ്സിംഗ് വിങ്. ആ കമ്പനിയുടെ കോംകോ വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡാറ്റ പ്രോസസ്സിംഗ് വിങ്. ആ കമ്പനിയുടെ വിങ്ങാണ് ഡാറ്റ പ്രോസസ്സിംഗ് വിങ്. അപ്പോൾ അവിടുത്തെ എംപ്ലോയീസിനോട് ആ വിങ് എന്താണ് ആസ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സീക്ക് ചെയ്യുന്നത്, ആവശ്യപ്പെടുന്നത്, സീക്കിംഗ് ദെയർ സജഷൻസ് ഓൺ എ ന്യൂ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ പ്രപ്പോസ് ടു ബി ഇൻസ്റ്റാൾഡ് ബൈ ദ കമ്പനി. കമ്പനി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം, അവരുടെ സജഷൻസ് ചോദിക്കുകയാണ്. പ്രിപ്പയർ ദ മെമ്മോ. അപ്പോൾ അത് ആവശ്യപ്പെട്ടുകൊണ്ട് കമ്പനിയുടെ CEO എംപ്ലോയീസിന് അയക്കുന്ന ഒരു മെമ്മോ ആണ്. ആ മെമ്മോൻ്റെ ഫോം നോക്കാം നമുക്ക്. മെമ്മോ എന്ന് പറഞ്ഞാൽ അവിടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നു, അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. ഫോർമാറ്റ് അത് തന്നെ. ഡേറ്റ്, ദെൻ ടു ദ എംപ്ലോയീസ് ഫ്രം CEO ബ്രാക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ സ്മോൾ സൈൻ, ദെൻ സബ്ജക്റ്റ് സീക്കിംഗ് സജഷൻസ് ഓൺ പ്രപ്പോസ് നെറ്റ്വർക്ക് software, then body of the memo. Please submit your valuable suggestions on the new computer network software proposed by the company. We need your suggestions. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഞാൻ ആവശ്യപ്പെടുകയാണ്. വി നീഡ് യുവർ സജഷൻസ്. എന്തിനാണ് നിങ്ങളിത് സജഷൻസ് ആവശ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 അവിടെ അതാണ് കാരണം. ടു പ്ലാൻ ദ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. കമ്പനിക്ക് ഫർദർ ഫ്യൂച്ചർ എക്സ്പാൻഷൻസ് ആവശ്യമാണ്. അതൊന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സജഷൻസ് ചോദിക്കുന്നത്. സെക്കൻഡ് വൺ, ടു ഇംപ്രൂവ് ക്വാളിറ്റി ഇൻ പ്രോജക്ട്സ്. നമ്മളുടെ പ്രോജക്ട്സിൽ അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഗുണം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിത്ത് യുവർ ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട് അവർ കമ്പനി ക്യാൻ പ്രോഗ്രസ്. നിങ്ങളുടെ സർവ്വവിധ പിന്തുണയോടും കൂടി മാത്രമേ കമ്പനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹായം കൊണ്ട് കമ്പനിക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് പറഞ്ഞ് എംപ്ലോയീസിൻ്റെ മൊറൽ ബൂസ്റ്റപ്പ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് താങ്ക്സ് എന്നും പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതാണ് ആക്ച്വലി മെമ്മോൻ്റെ ഫോമാറ്റ്. മെമ്മോ പൊതുവെ 5 മാർക്കിൻ്റേതാണ്. സ്ലൈഡ്സ് നമ്മൾ കണ്ടത് 6 മാർക്കിൻ്റെ, 5, 6, 11 മാർക്കിൻ്റെ ഏരിയ നമ്മളിപ്പോൾ ഇന്ന് കവർ ചെയ്യുന്നു. ഇത് രണ്ടും എക്സാമിന് വരുന്നതാണ്, റൈറ്റിംഗ് പാർട്ടിൽ വരുന്നതാണ്. അപ്പോൾ അതിങ്ങനെ മെമ്മോ ആക്ച്വലി മുകളിൽ നോക്കിക്കോ, ഡോട്ടർ ലൈൻസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, താഴെയും ഡോട്ടർ ലൈൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അതിൻ്റെ ഉള്ളിലാണ് ഞാനത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേമാതിരി ഒരു ഫോമാറ്റ് കാണിച്ച് കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ആയിരിക്കും അത്. ഓക്കെ, വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ.
അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പോർഷൻ. ഇവിടെ ഇത് സ്റ്റോപ്പ് ചെയ്യാണ് ഞാൻ. അപ്പോൾ ഇത് സാധാരണ ചെയ്യണമാതിരി തന്നെ ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് ടാസ്ക് എന്ന രീതിയിൽ ഇന്ന് തന്നിട്ടില്ല. ഇത് ചെയ്യുന്നത് കൃത്യമായിട്ടും സ്ലൈഡ്സ് 2 സ്ലൈഡ്സ് 2 മെമ്മോ ഇത് കൃത്യമായിട്ടും ഒന്ന് ഫോളോ ചെയ്യാം. അതിനുശേഷം കൃത്യമായിട്ടും എഴുതിയെടുക്കുക. അതിനുശേഷം വൃത്തിയായിട്ട് എഴുതിയെടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ദെൻ ബൈ.